ഇതെന്തൊരു മത്സരമാണിത്. രോമാഞ്ചം ഇപ്പോഴും വിട്ടുമാറാത്ത പോരാട്ടം. മത്സരം ഇംഗ്ലണ്ട് കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് ഇംഗ്ലീഷുകാരും അർജന്റീൻ വിരോധികളും ചിലപ്പോൾ ചിന്തിച്ചു കാണും. ഏത് സന്ദർഭത്തിലായാലും അർജന്റീന തിരിച്ചു വരുമെന്ന് അർജന്റീൻ ആരാധകർക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. മത്സരം ഒരു ഗോളിന് പിന്നിൽ നിന്ന 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അർജന്റീന വേൾഡ് കപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ആ മത്സരത്തിലോട്ട് തന്നെ കടക്കാം. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പുറത്തുള്ള വീര്യമൊട്ടും ചോരാത്ത മത്സരമെന്ന് ഫുട്ബോൾ ലോകത്തെ ആദ്യ മിനിറ്റിൽ തന്നെ തെളിയിച്ച പോരാട്ടം. കാരണം കളി തുടങ്ങി 1 മിനിറ്റ് ആകും മുമ്പേ ഫൗളുകൾ തുടങ്ങിയിരുന്നു. ഇരു ടീമുകളും ഫിസിക്കാലിറ്റി എന്തെന്ന് ആദ്യ സെക്കൻഡുകളിൽ തന്നെ കാണിച്ചു കൊണ്ടിരുന്നു. കാരണം ഏത് ടീം ബോൾ എടുത്താലും അവിടെ ഫൗൾ കൺസീഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അർജന്റീനയും ഇംഗ്ലണ്ടും ഫൗളുകൾക്ക് വേണ്ടി ഗ്രൗണ്ടിന്റെ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഇരു ടീമുകളും പോരാടിക്കൊണ്ടേയിരുന്നു. അർജന്റീന പൊസിഷൻ ഗെയിമിലോട്ട് നീങ്ങുകയാണോ എന്ന് തോന്നിപ്പിച്ച നിമിഷം. പക്ഷേ ഇംഗ്ലണ്ടുകാർക്ക് ഒരിക്കലും വെറുതെ നിൽക്കാനായിരുന്നില്ല. അവർ ഹൈ പ്രസ്സിങ്ങിലൂടെ അർജന്റീനയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ബോൾ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഇതിനിടെ പല ഫൗളുകൾ പിറന്നു. മത്സരത്തിന്റെ ആദ്യ 10 മിനിറ്റുകളിൽ മാത്രം 5-6 ഫൗളുകൾ വരുന്നു. ഇതിനിടെ ലിയണൽ മെസ്സിയുടെ മനോഹരമായ മുന്നേറ്റം ഹാരി കെയ്ന്റെ ഹാൻഡ് ബോൾ തട്ടിയതോടെ ലിയണൽ മെസ്സി റഫറിയോട് വാദിക്കുന്നു. ഒടുക്കം മെസ്സിയും ബെല്ലിംഗ്ഹാമുമായും വരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അത് ക്ലിയർ ഹാൻഡ് ബോൾ ആണെന്ന് മെസ്സി പറയുന്നു. അങ്ങനെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു മെസ്സിയും ബെല്ലിംഗ്ഹാമും. റൈറ്റ് വിങ്ങിൽ സ്കലോണി ഡിപ്പോളിന് പകരം എന്തിനാണ് ഗുലിയാനോ സിമിയോണിനെ ഇറക്കിയതെന്ന് കൃത്യമായിരുന്നു. ചോരത്തിളർപ്പ് മാറാത്ത ഗുലിയാനോ ആകട്ടെ ഇംഗ്ലണ്ടിന്റെ ഓരോ താരങ്ങൾക്കുമേലും തന്റെ ഫിസിക്കാലിറ്റി ഉപയോഗിക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ മനോഹരമായ ഒന്നും നമ്മൾ കണ്ടില്ല. അടിയും പിടിയും മാത്രമാണ് കണ്ടത്. അങ്ങനെ ഫൗളുകൾ പതിയെ മാറിക്കൊണ്ട് ഇംഗ്ലണ്ട് അർജന്റീൻ ബോക്സിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. അതിന് പ്രത്യാക്രമണം എന്നോണം അർജന്റീനയുടെ കൗണ്ടറുകളാണ് കണ്ടത്. പക്ഷേ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഒന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ പറയാനുണ്ടായിരുന്നത് അർജന്റീന കൺസിഡർ ചെയ്ത 12 ഫൗളുകളും ഇംഗ്ലണ്ട് കൺസിഡർ ചെയ്ത 7 ഫൗളുകളും. ആദ്യ പകുതി പിരിയുമ്പോൾ മാത്രം ഏകദേശം 20 ഫൗളുകളോളം നടന്നിരുന്നു. 2 കാർഡുകൾ. പിന്നെ ഫുട്ബോൾ ലോകം കാത്തിരുന്നത് രണ്ടാം പകുതിക്കു വേണ്ടിയായിരുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളുടെയും വലിയ റിസ്കുകൾ കണ്ടില്ലെങ്കിൽ രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും അറ്റാക്കിംഗ് ഫുട്ബോളിലോട്ട് നീങ്ങുമെന്ന് നമുക്കറിയാമായിരുന്നു. അങ്ങനെ ഫുട്ബോൾ ലോകം കാത്തിരുന്ന രണ്ടാം പകുതിക്ക് തുടക്കം കുറിക്കുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ പന്തുമായി കുതിച്ച ഇംഗ്ലണ്ടിനെ പക്ഷെ അധികം വൈകും മുമ്പ് മത്സരം കൺട്രോളിലാക്കാൻ സ്കലോണിയുടെ അർജന്റീന ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാം പകുതിയിൽ അർജന്റീൻ മുന്നേറ്റങ്ങൾ കണ്ടുകൊണ്ട് മത്സരം ആരംഭിക്കുന്നു. 50-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന സൂപ്പർ താരം ലിയോ മെസ്സിയെയും നമ്മൾ കണ്ടു. പക്ഷേ ഇതിനിടെ അർജന്റീൻ ബോക്സിലേക്ക് വന്ന കൗണ്ടർ അറ്റാക്കിലൂടെ മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് സൂപ്പർ താരം ഗോർഡന്റെ ഗോളിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തുന്നു. ഫുട്ബോൾ ലോകത്തെ അക്ഷമരാക്കി നിർത്തിയ നിമിഷം ഇതാ അർജന്റീനക്കുമേൽ ഗോർഡൻ നേടിയ തകർപ്പൻ ഗോളിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തിയിരിക്കുകയാണ്. തിങ്ങി നിറഞ്ഞ ആൽബിസെലസ്റ്റൻ ആരാധകർ നിശബ്ദരാകുന്നു. ഇതാ ഫുട്ബോൾ ലോകമേറെ ആകാംക്ഷയോടെ കണ്ട പോരാട്ടത്തിനൊടുക്കം മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ ഗോർഡൻ നേടിയ ഗോളിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തിയിരിക്കുന്നു. പിന്നീട് ഡിഫൻസ് ഗെയിമിലോട്ടാണ് ഇംഗ്ലണ്ട് പോയത്. തോമസ് തുഷാലിന് ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത് ഇവിടെയായിരുന്നു. എന്നാൽ 1 ഗോളിന് പിന്നിലായതോടെ തന്നെ തിരിച്ചടിക്കാനുള്ള വമ്പൻ ശ്രമങ്ങൾ അർജന്റീന ആരംഭിച്ചിരുന്നു. മെസ്സി ഇതിനായി ഒരുപാട് കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടേയിരുന്നു. മെസ്സിയിൽ നിന്ന് പന്ത് മിസ്സാകുന്ന കാഴ്ചകൾ കണ്ടെങ്കിലും അദ്ദേഹം നിരന്തരം ഇംഗ്ലീഷ് ബോക്സിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. തടയാൻ വന്ന ഹാരി കെയ്നെയും ആൻഡേഴ്സണെയും എല്ലാം കാഴ്ചക്കാരാക്കിക്കൊണ്ട് മെസ്സിയുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ കാണാൻ സാധിച്ചു. പക്ഷേ അർജന്റീനക്ക് ഗോൾ മാത്രം പിറന്നില്ല. അങ്ങനെ പിക്ഫോർട്ടിന്റെ ഉഗ്രമായ 2-3 സേവുകൾ അർജന്റീനക്ക് ഭാഗ്യമില്ലേ എന്ന് തോന്നിപ്പിച്ചു. ഇതിനിടെ 2-3 ഷോട്ടുകൾ പോസ്റ്റിലും തട്ടിത്തെറിച്ചതോടെ മത്സരം അർജന്റീനക്കൊപ്പമല്ലേ എന്ന് തോന്നിപ്പിച്ചു. തിരിച്ചു വരാനുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ട് മത്സരം 80 മിനിറ്റും പിന്നിട്ടു. ഇതിനിടെ സ്കലോണി വലിയ മാറ്റങ്ങൾ വരുത്തി. ഗോൺസലോ മോണ്ടിയലിനെയും നിക്കോ ഗോൺസലസിനെയും ലൗതാരോ മാർട്ടിനസിനെയും റോഡ്രിഗോ ഡിപ്പോളിനെയും എല്ലാം കളത്തിലേക്ക് ഇറക്കി. അങ്ങനെ കാത്തിരുന്ന നിമിഷം മത്സരത്തിന്റെ 85-ാം മിനിറ്റിൽ ലഭിച്ച കോർണർ കിക്കിൽ നിന്ന് ലിയണൽ മെസ്സിയുടെ മുന്നേറ്റം. ഒടുക്കം തക്കം പാർത്തിരുന്ന എൻസോയിലേക്ക് മെസ്സി പന്തെത്തിക്കുന്നു. എൻസോയുടെ ബോക്സിന് വെളിയിൽ നിന്നുള്ള ഒരു തകർപ്പൻ വെടിയുണ്ട ഇംഗ്ലീഷ് പ്രതിരോധത്തെയും ഡിഫൻസിനെയും ഗോൾ കീപ്പറെ പിക്ഫോർട്ടിനെയും എല്ലാം കാഴ്ചക്കാരാക്കിക്കൊണ്ട് പന്ത് ഗോൾ വലയിൽ ചെന്ന് വിശ്രമിക്കുന്നു.
അതേ മത്സരത്തിന്റെ 86-ാം മിനിറ്റിൽ അർജന്റീന ഒപ്പം പിടിച്ചിരിക്കുന്നു. ഓടിയെടുത്ത എൻസോ ഫെർണാണ്ടസ് ഇംഗ്ലീഷ് ആരാധകർക്കുമേൽ നോക്കിക്കൊണ്ട് ഒരു ലിയണൽ മെസ്സിയുടെ 2022 ഐക്കോണിക് സെലിബ്രേഷൻ നടത്തുന്നു. അതേ വീണ്ടും അർജന്റീന മറ്റൊരു മത്സരത്തിൽ കൂടി തിരിച്ചുവരവിനുള്ള പ്രതീക്ഷകൾ സജീവമാക്കി ഒപ്പം പിടിച്ചിരിക്കുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷം ഇംഗ്ലീഷുകാർക്ക് തിരിച്ചു വരാനുള്ളതുണ്ടായിരുന്നില്ല. കാരണം മുന്നേറ്റ നിരക്കാരെ കൂടുതൽ കയറ്റി ഡിഫൻസിനെ ഇറക്കിയ തുഷലിൻ്റെ തീരുമാനങ്ങളെല്ലാം തെറ്റുന്നതായിരുന്നു. പിന്നീട് മത്സരത്തിൻ്റെ 94-ാം മിനിറ്റിൽ ഫുട്ബോൾ ലോകം കാത്തിരുന്ന മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ലിയോ മെസ്സിയുടെ ക്രോസിന് തലവെച്ചുകൊണ്ട് ലൗതറോ മാർട്ടിനസ് അർജന്റീനയെ മുന്നിലെത്തിക്കുന്നു. സ്കോർ ബോർഡ് 2-1. തിങ്ങി നിറഞ്ഞ ആൽബിസ്ലെസ്റ്റിൻ ആരാധകർ പൊട്ടിത്തെറിച്ച നിമിഷം. ഇതേ വെല്ലുവിളികളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെതിരെ മത്സരത്തിന്റെ 92-ാം മിനിറ്റിൽ 2 ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു. കൃത്യമായി പറഞ്ഞാൽ മത്സരത്തിന്റെ 86-ാം മിനിറ്റ് വരെ അർജന്റീന 1 ഗോളിന് പിന്നിലാണ്. 92 മിനിറ്റ് ആകുമ്പോഴേക്കും അർജന്റീന 2-1 ഇംഗ്ലണ്ടിനെതിരെ ലീഡ് നേടിയിരിക്കുന്നു. പിന്നീടുള്ള എക്സ്ട്രാ ടൈം അർജന്റീന അനായാസം അതിജീവിക്കുന്നു. ഇംഗ്ലീഷുകാർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. വേൾഡ് കപ്പിനെ വീണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടിതാ അർജന്റീന തുടർച്ചയായ 2ാം വേൾഡ് കപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. 20-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ഇനി നമുക്കറിയേണ്ടത് ആരായിരിക്കും ലോക ചാമ്പ്യന്മാരെന്നുള്ളതാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.